എന്താണ് നോർമൽ GFCയും എക്സസോം GFCയും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ ധാരാളം ആളുകൾക്കുള്ള സംശയമാണിത്. മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞ പ്രശ്നമായിട്ട് വരുമ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനാണ് പേഷ്യൻസിന് അധികം. PRP വേണോ, GFC വേണോ, അതോ എക്സസോം GFC വേണോ എന്നുള്ളത്. എന്താണ് GFC? ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങൾ. നമ്മുടെ പേഷ്യൻറ്റിൻ്റെ തന്നെ ബ്ലഡിൽ നിന്ന് എടുക്കുന്ന വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങളെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് GFC തെറാപ്പി എന്ന് പറയുന്നത്. എക്സസോം GFCയിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സസോം എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലുലാർ സ്ട്രക്ചറിനെ കൂടുതലായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓട്ടോലോഗസ് എക്സസോം, അതാണ് നമ്മുടെ ടാർഗറ്റ്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന എക്സസോം. ഇത് ഒരു പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സെല്ലിൻ്റെ വളർച്ചയെ സ്വാധീനിക്കാൻ പറ്റുന്ന mRNA എന്ന ഘടകങ്ങൾ അടങ്ങിയ സ്ട്രക്ചറാണ് എക്സസോം എന്ന് പറയുന്നത്. കൂടുതലായിട്ടുള്ള എക്സസോം സ്ട്രക്ചറുകൾ നമ്മുടെ മുടിയുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും റീഗ്രോത്ത് കൂട്ടുവാനും വേണ്ടി സഹായിക്കും. ഓരോ ആളുകളുടെയും ഹെയർ ഫോൾ ഇൻറ്റൻസിറ്റി, ഹെയറിൻ്റെ കണ്ടീഷൻസ് അതനുസരിച്ചിട്ടാണ് എത്രത്തോളം സെഷൻസ്, അതും ഏത് ട്രീറ്റ്മെൻറ്റ് എന്ന് ഡോക്ടറിന് തീരുമാനിക്കാൻ പറ്റുക.